ഡോക്ടർ സി പത്മനാഭൻ 1994 മട്ടന്നൂർ കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനായിട്ടാണ് അദ്ദേഹം സേവനം ആരംഭിച്ചത്. AKPCTA ബ്രാഞ്ച് സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന അക്കാദമിക് കമ്മിറ്റി കൺവീനർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, 2018-20 കാലയളവിലെ സംസ്ഥാന പ്രസിഡന്റ്, 2020 മുതൽ 24 വരെയുള്ള കാലയളവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. ഐഫക്റ്റോ ദേശീയ നിർവാഹക സമിതി അംഗം, ഐഫക്റ്റോ ദേശീയ സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ ഡോക്ടർ ബി ഇക്ബാൽ അധ്യക്ഷനായ കേരള വിദ്യാഭ്യാസ സമിതി സംസ്ഥാന ജനറൽ കൺവീനറായി പ്രവർത്തിച്ചു വരുന്നു. MG കാലിക്കറ്റ് സർവകലാശാലകളിലെ അക്കാദമിക കൗൺസിൽ അംഗം, കണ്ണൂർ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ, കേരള ബോർഡ് അംഗം, സംസ്ഥാന കരിക്കുലം കമ്മിറ്റി അംഗം എന്നിവ അദ്ദേഹം ഏറ്റെടുത്ത ചില പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളിൽ പെടുന്നു. സംഘടന നിയോഗിച്ച കേരള വിദ്യാഭ്യാസ കമ്മീഷൻ അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. AKPCTAയുടെ 67ാം സംസ്ഥാന സമ്മേളനം ഡോക്ടർ സി പത്മനാഭൻ സാറിന് വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു. ഡോക്ടർ മഹേഷ് കുമാർ മഠത്തിൽ 2004 മട്ടന്നൂർ കോളേജിൽ സുവോളജി വിഭാഗത്തിൽ അധ്യാപകനായി സേവനം ആരംഭിച്ചു. 2009 മുതൽ വകുപ്പ് മേധാവിയാണ്. 2017-18, 2019-20 വർഷങ്ങളിൽ AKPCTA ബ്രാഞ്ച് പ്രസിഡന്റായിരുന്നു. ഇപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിയായും ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിക്കുന്നു. കൂടാതെ മേഖല അക്കാദമിക് കമ്മിറ്റി കൺവീനറും ആയിരുന്നു. പ്രിയപ്പെട്ട മഹേഷ് കുമാർ സാറിനെ AKPCTAയുടെ 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ അഷറഫ് PC, AKPCTA സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ, ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ, ചെയർപേഴ്സൺ ഓഫ് എഡ്യൂക്കേഷൻ, B.Ed കരിക്കുലം കമ്മിറ്റി കൺവീനർ എന്നീ സേവനങ്ങൾ അനുഷ്ഠിച്ച അഷ്റഫ് സർ 2010 ജൂലൈ മുതൽ KE സാഹിബ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പളാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട അഷ്റഫ് സാറിനെ AKPCTAയുടെ 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമരപോരാട്ടങ്ങളിൽ മരണവും തോറ്റ നാളുകൾ പിന്തിരിയാനിനിയില്ലൊരിക്കലും ഒരു നാളും. ഒരിറ്റുവറ്റനിക്കു തന്നു പട്ടിണി കിടന്നൊരമ്മ ഇൻകുലാബ് പാടി കണ്ണുനീരു ചേർത്തുറക്കിയന്നു പെറ്റ വയറു നൊന്ത കണ്ടു വിപ്ലവം ജനിച്ചതും ഒരു നാളിൽ. ജാതി മതങ്ങളില്ല, ചോരക്കൊറ്റ നിറം ചൊപ്പത് നിഴലുകൾ പിളർന്നു നിലവിളിച്ച നാളിൽ വയലിൽ പിറവി കൊണ്ട വിപ്ലവം. നന്മയുള്ള നാടുകൾ വന്നണഞ്ഞു ചേരുവാൻ ഒത്തുചേർന്നു പോരാടാം. ലാസലാം 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 ലാസലാം. ഡോക്ടർ ബിജു KG, വയനാട് WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഫിസിക്സ് വിഭാഗത്തിൽ നിന്നും വിരമിക്കുന്ന ഡോക്ടർ ബിജു KG കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായിരുന്നു. AKPCTAയുടെ ജില്ലാ വൈസ് പ്രസിഡന്റായും യൂണിറ്റ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഊർജ്ജസ്വലവും ആത്മാർത്ഥതയോടെയുള്ള അധ്യാപനവും കൊണ്ട് വിദ്യാർത്ഥികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ അധ്യാപകനാണ് ഡോക്ടർ ബിജു. പ്രിയപ്പെട്ട ബിജു സാറിനെ AKPCTAയുടെ 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ അബിൻ കുമാർ KR, വയനാട് WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ നിന്നും വിരമിക്കുന്ന ശ്രീ അബിൻ കുമാർ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറാണ്. AKPCTA യൂണിറ്റ് ട്രഷറർ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ഊർജ്ജസ്വലനായ ഒരു കായിക അധ്യാപകൻ എന്ന നിലയിൽ തന്റെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ സ്വന്തമായ ഒരു ഇടം നേടിയെടുക്കാൻ സാധിച്ച അദ്ദേഹം AKPCTA WMO കോളേജിന്റെ അവിഭാജ്യ ഘടകമാണ്.
പ്രിയപ്പെട്ട അബിൻകുമാർ സാറിന് AKPCTയുടെ 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് സുസ്വാഗതം. ജീവിതം തന്നുപോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി, ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഇൻഖിലാബിനോളവും ഒത്തുചേർന്നു വന്നു പോലെ ലാൽസലാം. അന്ന് ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാ. ലാൽസലാം, ലാൽസലാം, ലാൽസലാം. പ്രൊഫസർ ഡോക്ടർ ഗോഡ്വിൻ സാമറാജ് DP മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഹിസ്റ്ററി വിഭാഗം അധ്യാപകനായിരുന്ന സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഹിസ്റ്ററി PG ബോർഡ് ഓഫ് സ്റ്റഡീസ്, ഫാക്കൽറ്റി ഓഫ് ഹ്യൂമാനിറ്റീസ്, അക്കാദമിക് കൗൺസിൽ, സെനറ്റ്, സിൻഡിക്കേറ്റ് എന്നീ ഘടകങ്ങളിൽ ഗോഡ്വിൻ സർ പ്രവർത്തിച്ചിട്ടുണ്ട്. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ IQAC കോർഡിനേറ്റർ, NSS പ്രോഗ്രാം ഓഫീസർ, PTA സെക്രട്ടറി തുടങ്ങി നിരവധിയായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച പ്രൊഫസർ ഡോക്ടർ ഗോഡ്വിൻ സാമറാജ് DP 2016 മുതൽ 2021 വരെ ആ കോളേജിലെ പ്രിൻസിപ്പൽ പദവിയിലും ഇരുന്നിട്ടുണ്ട്. 2022 ഫെബ്രുവരി മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷാ കൺട്രോളറായി പ്രവർത്തിച്ചു വരുന്നു. AKPCTA മലബാർ ക്രിസ്ത്യൻ കോളേജ് ബ്രാഞ്ച് സെക്രട്ടറി, 2015-16 കാലയളവിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം, കോഴിക്കോട് ഡെപ്യൂട്ടി DC ലെയ്സൺ ഓഫീസർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ ജേണലുകളിൽ 15ഓളം പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ച ഇദ്ദേഹത്തിൻ്റെ കീഴിൽ 2 ഗവേഷണ വിദ്യാർത്ഥികൾ PhD നേടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ഗോഡ്വിൻ സാറിനെ AKPCTയുടെ 67ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ ഡോക്ടർ ബോബി ജോസ് 1992 സെന്റ് ജോസഫ് ദേവഗിരി കോളേജിൽ സുവോളജി വിഭാഗത്തിൽ ഡോക്ടർ ബോബി ജോസ് അധ്യാപകനായി നിയമിതനാകുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ UG ബോർഡ് ഓഫ് സ്റ്റഡീസ്, PG ബോർഡ് ഓഫ് സ്റ്റഡീസ്, ഫാക്കൽറ്റി ഓഫ് സയൻസ് എന്നീ ഘടകങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ സെന്റ് ജോസഫ് ദേവഗിരി കോളേജിൻ്റെ പ്രിൻസിപ്പലായ ഡോക്ടർ ബോബി ജോസ് ഇന്റർനാഷണൽ ജേണലുകളിൽ 12ലധികം പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുകയും നിരവധി ബുക്കുകൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട്. 32 വർഷത്തെ സേവനമുള്ള AKPCTA സെന്റ് ജോസഫ് ദേവഗിരി കോളേജിലെ ഏറ്റവും മുതിർന്ന അംഗമായ പ്രൊഫസർ ഡോക്ടർ ബോബി ജോസിന് AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് സുസ്വാഗതം. രഹന മൊയ്തീൻ കോയ VK ഫാറൂഖ് കോളേജിൽ സുവോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ രഹന ടീച്ചർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG സുവോളജി ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഫാറൂഖ് കോളേജ് ബ്രാഞ്ച് ജോയിന്റ് സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ വനിതാ സബ് കമ്മിറ്റി കൺവീനർ എന്നീ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് സജീവമായ ഇടപെടലുകളാണ് ടീച്ചർ നടത്തിയിട്ടുള്ളത്. വനിതാ സബ് കമ്മിറ്റി ജില്ലാ കൺവീനറായിരുന്ന സമയത്ത് വിമൺ പ്രൈവസി എന്ന വിഷയത്തിൽ ഇന്റർനാഷണൽ സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് പ്രിയ രഹന ടീച്ചർക്ക് സ്വാഗതം. പ്രൊഫസർ ഡോക്ടർ രമ VT കാലിക്കറ്റ് സർവകലാശാലയിൽ കെമിസ്ട്രി PG ബോർഡ് ഓഫ് സ്റ്റഡീസ്, ഫാക്കൽറ്റി ഓഫ് സയൻസ് എന്നീ ഘടകങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ മലബാർ ക്രിസ്ത്യൻ കോളേജ് കെമിസ്ട്രി വിഭാഗം പ്രൊഫസറാണ്. ഇന്റർനാഷണൽ ജേണലുകളിൽ അനവധിയായ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ച പ്രിയപ്പെട്ട രമ ടീച്ചർക്ക് AKPCTA 67ാം സംസ്ഥാന സമ്മേളനം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ടീച്ചർക്ക് സ്വാഗതം. ഡോക്ടർ ഷീബ PS കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ PG കെമിസ്ട്രി ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ, ഫാക്കൽറ്റി ഓഫ് സയൻസ് മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോറിൻ്റെ വൈസ് പ്രസിഡന്റാണ്. AKPCTA ബ്രാഞ്ച് സെക്രട്ടറി, വനിതാ കോർഡിനേറ്റർ എന്നീ സ്ഥാനങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. 2000 മലബാർ ക്രിസ്ത്യൻ കോളേജിൽ സേവനം ആരംഭിച്ച ഷീബ ടീച്ചർ ഇക്കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ നിരവധി പ്രബന്ധങ്ങളാണ് ഇന്റർനാഷണൽ ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പ്രിയ ഷീബ ടീച്ചർക്ക് AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ വിനോദ് കുമാർ K
വളാഞ്ചേരി MES KVM കോളേജിൽ നിന്ന് പ്രിൻസിപ്പലായിട്ടാണ് വിരമിക്കുന്നത്. MBA ഡിഗ്രി കൂടിയുള്ള അദ്ദേഹം MES പൊന്നാനി കോളേജിലാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. സദേൺ ജേണൽ ഓഫ് സോഷ്യോ പൊളിറ്റിക്കൽ സ്റ്റഡീസ്, ജേണൽ ഓഫ് മാനേജ്മെന്റ് അസോസിയേഷൻ തുടങ്ങിയ ദേശീയ അന്തർദേശീയ ജേണലുകളിൽ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം, AKPCTA സംസ്ഥാന സെക്രട്ടറി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കരിക്കുലം സിലബസ് എന്നിവ രൂപപ്പെടുത്തുന്നതിലും പ്രധാന പങ്കുവഹിച്ചിട്ടുള്ള വിനോദ് സാറിന് AKPCTയുടെ 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് സുസ്വാഗതം. ഡോക്ടർ MB ഗോപാലകൃഷ്ണൻ കാലടി സംസ്കൃത സർവകലാശാല രജിസ്ട്രാറായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അക്കാഡമിക് കൗൺസിൽ മെമ്പറായും പ്രവർത്തിച്ചിട്ടുള്ള ഗോപാലകൃഷ്ണൻ സർ ചുങ്കത്തറ മാർത്തോമ കോളേജിൽ നിന്നാണ് വിരമിക്കുന്നത്. മികച്ച അധ്യാപകനുള്ള MM ഖനി അവാർഡ് കരസ്ഥമാക്കിയ അദ്ദേഹം മികച്ച വാഗ്മിയും സംഘാടകനുമാണ്. NAC പിയർ ടീം അംഗം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിസർച്ച് ഗൈഡ്, AKPCTA ബ്രാഞ്ച് പ്രസിഡന്റ്, ബ്രാഞ്ച് സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് ഗോപാലകൃഷ്ണൻ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാർത്തോമ കോളേജിൽ നിന്ന് പ്രിൻസിപ്പലായി വിരമിക്കുന്ന ഡോക്ടർ രാജീവ് തോമസ് സാർ കർമ്മോത്സുകനായ അധ്യാപകനും മികച്ച പ്രഭാഷകനുമാണ്. NAC പിയർ ടീം അംഗം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ, റിസർച്ച് ഗൈഡ് എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിരവധി ദേശീയ അന്തർദേശീയ ജേണലുകളിൽ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. AKPCTA ബ്രാഞ്ച് സെക്രട്ടറിയായും പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുള്ള രാജീവ് തോമസ് സാറിന് AKPCTയുടെ 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് സുസ്വാഗതം. കോളേജിലും യൂണിവേഴ്സിറ്റിയിലും വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള റഹീബ് സർ യൂണിറ്റി വിമൻസ് കോളേജിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകനായിട്ടാണ് വിരമിക്കുന്നത്. പ്രിയപ്പെട്ട റഹീബ് സാറിനെ AKPCTയുടെ 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാധാകൃഷ്ണൻ കെ 1996 ഒറ്റപ്പാലം NSS കോളേജിൽ ജോയിൻ ചെയ്ത കാലം മുതൽ കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ് തല മേധാവിയായിരുന്നു ശ്രീ രാധാകൃഷ്ണൻ സർ. കോളേജ് പ്രിൻസിപ്പലായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് മെമ്പറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ സയൻസ് ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറായി നിരവധി കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. AKPCTA കോളേജ് ബ്രാഞ്ചിലെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. NSS കോളേജിലെ നിറസാന്നിധ്യവും കോളേജിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഓഫീസ് ജീവനക്കാർക്കും ഒരുപോലെ സമീപിക്കാവുന്ന തണൽമരവുമായ പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ സാർ വിരമിക്കുമ്പോൾ AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഈ യാത്രയയപ്പ് യോഗത്തിലേക്ക് അദ്ദേഹത്തെ ഊഷ്മളമായി സ്വാഗതം ചെയ്യും. ഈശ്വരൻ നമ്പൂതിരി കെ ഇൻസ്ട്രക്ടർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, പാലക്കാട്. പാലക്കാട് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അധ്യാപകനായ ഈശ്വരൻ നമ്പൂതിരി അറിയപ്പെടുന്ന ഒരു കലാകാരനും കൂടിയാണ്. നല്ലൊരു പാട്ടുകാരനും സംഗീതജ്ഞനുമായ അദ്ദേഹം കലാപരമായ മേഖലകളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് അദ്ദേഹത്തിന് സ്വാഗതം. ഡോക്ടർ സരിത നമ്പൂതിരി, പ്രിൻസിപ്പൽ, ശ്രീകൃഷ്ണപുരം VTB കോളേജ്, മണ്ണമ്പറ്റം. കമ്പ്യൂട്ടർ സയൻസ് UG and PG ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ, അക്കാഡമിക് കൗൺസിൽ അംഗം, സെനറ്റ് മെമ്പർ, സിൻഡിക്കേറ്റ് മെമ്പർ, കാലിക്കറ്റ്, കേരള, കണ്ണൂർ യൂണിവേഴ്സിറ്റികളിലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം എന്നീ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സരിത ടീച്ചർ നിലവിൽ VTB കോളേജിലെ പ്രിൻസിപ്പലാണ്. AKPCTA ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് അധ്യാപികയായ സരിത ടീച്ചർ 15 ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. AKPCTA
67-ാം സംസ്ഥാന സമ്മേളനത്തിലെ യാത്രയയപ്പ് യോഗത്തിലേക്ക് ടീച്ചറെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പാലക്കാട് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അധ്യാപകനായ ഡോക്ടർ രാജീവ് N സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ NSS എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചു വരുന്നു. നല്ല അധ്യാപകനും കലാകാരനുമായ അദ്ദേഹം ബെസ്റ്റ് ടീച്ചർ അവാർഡ്, ഇന്ത്യ ടോപ്പ് 100 പ്രൊഫസർ അവാർഡ്, ബെസ്റ്റ് റിസർച്ച് അവാർഡ് എന്നീ പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട്. 2 പുസ്തകങ്ങളും നിരവധി ജേണലുകളിലായി 10ഓളം പ്രബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. AKPCTയുടെ 67-ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ യാത്രയയപ്പ് യോഗത്തിലേക്ക് ഡോക്ടർ രാജീവ് N സാറിന് ഹാർദവമായ സ്വാഗതം. ഡോക്ടർ സിന്ധു R ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം, കോളേജ് UG ഡീൻ, ഫോർമർ HOD, ഗവേണിംഗ് ബോഡി മെമ്പർ, അക്രഡിറ്റേഷൻ കോർഡിനേറ്റർ എന്നീ സ്ഥാനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള സിന്ധു ടീച്ചർ AKPCTയുടെ ബ്രാഞ്ച് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. തന്റെ ടീച്ചിങ് കരിയറിലും കോളേജിനകത്തെ മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായും ഊർജ്ജസ്വലമായും നിറഞ്ഞു നിൽക്കുന്ന സിന്ധു ടീച്ചർ ഗവേഷണ രംഗത്ത് നിരവധി പ്രബന്ധങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ തിയറി ആൻഡ് അക്രഡിറ്റേഷന്റെ പെഡഗോഗി രൂപകൽപ്പന ചെയ്യുന്നതിൽ അഗ്രഗണ്യായ ടീച്ചറെ AKPCTA 67-ാം സംസ്ഥാന സമ്മേളനത്തിലെ യാത്രയയപ്പ് യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സുരേഷ് ബാബു സാർ 2004-ലാണ് നെന്മാറ NSS കോളേജിൽ എക്കണോമിക് വിഭാഗത്തിൽ അധ്യാപനം ആരംഭിച്ചത്. IQSC കോർഡിനേറ്റർ, അസോസിയേറ്റ് NCC ഓഫീസർ എന്നിവ ഉൾപ്പെടെ അക്കാഡമിക്കും അഡ്മിനിസ്ട്രേറ്റീവുമായ നിരവധി ഉത്തരവാദിത്വങ്ങൾ കോളേജിനകത്ത് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. നിരവധി നേതൃത്വപരമായ സ്ഥാനങ്ങൾ ഏറ്റെടുത്ത കൂട്ടത്തിൽ 2016 മുതൽ 2018 വരെ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെയും കാംകോയുടെയും മാനേജിംഗ് ഡയറക്ടറായിരുന്നു എന്നതും ഉൾപ്പെടും. AKPCTA ബ്രാഞ്ച് പ്രസിഡന്റ്, ബ്രാഞ്ച് ട്രഷറർ എന്നീ സ്ഥാനങ്ങളിൽ അദ്ദേഹം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ UG എക്കണോമിക്സ് ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായിരുന്നു. ഗവേഷണ രംഗത്ത് 15-ലധികം പ്രബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. കോളേജ് അധ്യാപനത്തിന് മുമ്പ് അദ്ദേഹം ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റായും ജോലി ചെയ്തിട്ടുണ്ട്. AKPCTA 67-ാം സംസ്ഥാന സമ്മേളനത്തിലെ യാത്രയയപ്പ് യോഗത്തിലേക്ക് സുരേഷ് ബാബു സാറിന് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഡോക്ടർ സോണി ജോൺ ടി, ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തലവനും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സോണി ജോൺ സുദീർഘമായ തന്റെ സർവീസ് കാലയളവിൽ സംഘടനാ പ്രവർത്തനത്തിൽ സമാനതകളില്ലാത്ത ചരിത്രമുള്ള വ്യക്തിത്വമാണ്. 2001-ലെ 30 ദിന സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച അദ്ദേഹം നിലവിൽ തൃശൂർ ജില്ലാ സെക്രട്ടറിയാണ്. 2021, 22, 23 കാലയളവിൽ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം, സംഘടനാ ജേണലിന്റെ ജോയിന്റ് എഡിറ്റർ എന്നീ സംഘടനാ ചുമതലകൾ കൂടി വഹിച്ചിട്ടുണ്ട്. മികച്ച കോളേജ് അധ്യാപകനുള്ള 2016-17 വർഷത്തെ MM ഗനി പുരസ്കാരം നേടിയ അദ്ദേഹം ദേശീയ ആർച്ചറി ടീമിന്റെ സ്പോർട്സ് സൈക്കോളജിസ്റ്റ് കൂടിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG PG ബോർഡ് ചെയർമാൻ, MG യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം എന്നീ നിലകളിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. AKPCTA 67-ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് സോണി സാറിന് സുസ്വാഗതം. ഡോക്ടർ ഹരിദയാൽ KS, ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂരിൽ നിന്ന് വിരമിക്കുന്ന കായിക വിഭാഗം തലവൻ ഡോക്ടർ ഹരിദയാൽ KS കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അക്കാഡമിക് കൗൺസിൽ അംഗമാണ്. 2018-21 കാലഘട്ടത്തിൽ സംഘടനാ വൈസ് പ്രസിഡന്റായിരുന്ന അദ്ദേഹം കേരള അത്ലറ്റിക് ടീമിന്റെ മാനേജർ കൂടിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീം മാനേജർ, സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. ഹരിദയാൽ സാറിനെ AKPCTA 67-ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സുധ EK, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2016-17 വർഷത്തെ മികച്ച അധ്യാപക അവാർഡ് നേടിയ ഡോക്ടർ സുധ 2023-24 കാലയളവിൽ AKPCTA ബ്രാഞ്ച് പ്രസിഡന്റ് ആയിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സംസ്കൃതം ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ കൂടിയാണ് സുധ ടീച്ചർ. AKPCTA 67-ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് യോഗം സുധ ടീച്ചറെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു.
ഡോക്ടർ NM നാരായണൻ. ഡൽഹിയിലെ ദയാൽ സിംഗ് കോളേജിൽ അധ്യാപനം ആരംഭിച്ച ഡോക്ടർ NM നാരായണൻ സർ 2011 കേരളവർമ്മ കോളേജിൽ സംസ്കൃതം വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറാകുന്നത്. AKPCTA യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം നീണ്ട അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയപ്പ് യോഗം അദ്ദേഹത്തെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ വിനോദ് കുമാർ ജേക്കബ്. കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ AKPCTA ശാഖ ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ ഡോക്ടർ വിനോദ് കുമാർ ജേക്കബ് എറണാകുളം ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നതുവരെ അതിൻ്റെ ആദ്യ ബ്രാഞ്ച് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു. 4 വർഷം ഈ സ്ഥാനം വഹിച്ച അദ്ദേഹം 2019 മുതൽ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. 2020 മുതൽ എഞ്ചിനീയറിംഗ് സബ് കമ്മിറ്റി കൺവീനറായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2021 APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിലും ബോർഡ് ഓഫ് ഗവേണൻസിലും അംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അക്കാലത്ത് അക്കാദമിക്, ഗവേഷണം, പരീക്ഷ എന്നിവയിൽ സിൻഡിക്കേറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിളിച്ചുകൂട്ടി അവിടെ ബിരുദാനന്തര ബിരുദ പാഠ്യപദ്ധതികളും സിലബസും പരിഷ്കരിക്കുന്നതിൽ അദ്ദേഹം നേതൃത്വം നൽകി. 2024 പുതുക്കിയ BTech പാഠ്യപദ്ധതിക്ക് ദേശീയ അംഗീകാരം ലഭിച്ചു. കൂടാതെ ഗവേഷണം, സ്റ്റാർട്ടപ്പ്, ബൗദ്ധിക സ്വത്തവകാശ നയങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് ഡോക്ടർ വിനോദ് കുമാർ ജേക്കബിന് സ്നേഹപൂർവ്വം സ്വാഗതം നൽകുന്നു. മേരി ജോസഫ്. കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും വിരമിക്കുന്ന മേരി ജോസഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറാണ്. 1990 കോളേജിൽ സേവനം ആരംഭിച്ച മേരി ടീച്ചർ ഇക്കഴിഞ്ഞ 35 വർഷത്തിനുള്ളിൽ 15 പ്രബന്ധങ്ങളാണ് ഇന്റർനാഷണൽ ജേർണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായ മേരി ടീച്ചർ PG മൂല്യനിർണ്ണയ ക്യാമ്പ് ചെയർമാനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളുടെ മേൽനോട്ടം വഹിക്കുന്ന PG കോർഡിനേറ്റർ സ്ഥാനവും ടീച്ചർ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രിയ മേരി ടീച്ചർക്ക് AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് സ്വാഗതം. മേജർ KS നാരായണൻ. ആലുവ UC കോളേജിൽ സംസ്കൃത വിഭാഗത്തിൽ നിന്നും വിരമിക്കുന്ന മേജർ KS നാരായണൻ തന്റെ നീണ്ട 28 വർഷത്തെ സേവനത്തിന്റെ തുടക്കം മുതൽ AKPCTA ഒരു സജീവ പ്രവർത്തകനായിരുന്നു. 2022 മുതൽ MG യൂണിവേഴ്സിറ്റി അക്കാദമിക് കൗൺസിൽ മെമ്പറായ ഇദ്ദേഹം MG യൂണിവേഴ്സിറ്റി സംസ്കൃതം PG ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ, UG ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ, കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റി UG ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംസ്കൃതം UG ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ NCC പ്രവർത്തനങ്ങളിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിനുള്ള DG NCC കമന്റേഷൻ പുരസ്കാരം 2015, 2017, 2020 എന്നീ വർഷങ്ങളിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മേജർ KS നാരായണൻ സാറിനെ AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ ഡോക്ടർ കുര്യൻ MJ. പിറവം BPC കോളേജിൽ നിന്നും വിരമിക്കുന്ന പ്രൊഫസർ MJ കുര്യൻ 2018 മുതൽ 2023 വരെയുള്ള കാലയളവിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവിയായിരുന്നു. തന്റെ കോളേജിൽ NSS പ്രോഗ്രാം ഓഫീസർ, എക്സാമിനേഷൻ അഡീഷണൽ ചീഫ് സൂപ്രണ്ട്, IQAC മെമ്പർ എന്നിങ്ങനെ പല പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ FIUGP മാസ്റ്റർ ട്രെയിനറായിരുന്നു അദ്ദേഹം. വിവിധ കോളേജുകളിൽ സ്ക്രീനിംഗ് സെലക്ഷൻ കമ്മിറ്റി അംഗമായും കോഴ്സ് അപ്രൂവൽ കമ്മിറ്റി മെമ്പർ ആയും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബോർഡ് സ്റ്റഡീസ് മെമ്പറായും UG PG വിഭാഗങ്ങളിൽ സൈബർ ഫോറൻസിക് ബോർഡ് ഓഫ് സ്റ്റഡീസ് കൺവീനറായും അദ്ദേഹം ചുമതലകൾ ഏറ്റെടുത്തിട്ടുണ്ട്. പിറവം BPC കോളേജിലെ AKPCTA സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിങ്ങനെ AKPCTA യൂണിറ്റിന്റെ വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. കുര്യൻ സാറിനെ AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ കിരൺ മാത്യു. ഡോക്ടർ കിരൺ മാത്യു കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ നിന്നുമാണ് വിരമിക്കുന്നത്. ഊർജ്ജസ്വലനായ ഇംഗ്ലീഷ് അധ്യാപകനും നിരവധി വിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയായി സമർപ്പണ ബോധത്തോടെ പ്രവർത്തിച്ച ഒരു വ്യക്തിയായും അദ്ദേഹത്തിനെ നമുക്ക് പലർക്കും പരിചയമുണ്ട്.
അക്കാദമിക് കമ്മിറ്റി മെമ്പറായും സർവീസ് സെൽ മെമ്പറായും അദ്ദേഹം പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. കിരൺ മാത്യു സാറിനെ AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ശ്രീനിവാസൻ കെ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ നിന്നുമാണ് വിരമിക്കുന്നത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായും AKPCTA അക്കാദമിക് കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. തനതായ ലാളിത്യവും മനോഹരമായ പെരുമാറ്റവും കൊണ്ട് സ്വീകാര്യത നേടിയ ഒരു അധ്യാപകനാണ് അദ്ദേഹം. ശ്രീനിവാസൻ സാറിനെ AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ ഡോക്ടർ മിനി KD കാലടി ശ്രീശങ്കര കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിക്കുകയാണ്. MG യൂണിവേഴ്സിറ്റി സുവോളജി വിഭാഗം ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായും MG യൂണിവേഴ്സിറ്റി UG പ്രോഗ്രാം മാസ്റ്റർ ട്രെയിനറായും പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ ഡോക്ടർ മിനി കേരള യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായും തന്റെ ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ പ്രസിദ്ധീകരണങ്ങളിൽ 30-ലധികം പേപ്പറുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സുവോളജിക്കൽ സൊസൈറ്റി ഓഫ് കേരളയുടെ സ്റ്റഡി മെറ്റീരിയൽ സീരീസിന്റെ ജനറൽ കോർഡിനേറ്റർ ആയിരുന്നു. യൂണിവേഴ്സിറ്റി പ്രൊമോഷൻ സെലക്ഷൻ കമ്മിറ്റി അംഗവും സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ സബ്ജക്ട് എക്സ്പേർട്ടും ആയിരുന്നു. ഡോക്ടർ മിനി AKPCTAയിലെ ഒരു സജീവ അംഗമായാണ് പ്രവർത്തിക്കുന്നത്. ജില്ലാ വനിതാ കമ്മിറ്റി മെമ്പറാണ്. പ്രിയപ്പെട്ട മിനി ടീച്ചർക്ക് AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ വിനോദ് ജി 30 വർഷത്തെ അധ്യാപക ജീവിതത്തിന് ശേഷം ഡോക്ടർ വിനോദ് ജി കാലടി ശ്രീശങ്കര കോളേജിലെ ഫിസിക്സ് വിഭാഗത്തിൽ നിന്നാണ് വിരമിക്കുന്നത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി PG ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായും കുട്ടിക്കാനം മരിയം കോളേജിലെ ഇൻ്റഗ്രേറ്റഡ് MSc ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം MG യൂണിവേഴ്സിറ്റി UG ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമാണ്. MG യൂണിവേഴ്സിറ്റി UG PG പരീക്ഷാ വിഭാഗങ്ങളിൽ ചെയർപേഴ്സണായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. AKPCTA യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിനോദ് സാറിനെ AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ബിന്ദു ജമാൽ 1996 തന്റെ അധ്യാപക ജീവിതം ആരംഭിച്ച ഡോക്ടർ ബിന്ദു ജമാൽ 28 വർഷത്തെ സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്യുകയാണ്. 2016 വരെ MES അസ്മാബി കോളേജിലും അതിനുശേഷം മാറമ്പള്ളി MES കോളേജിലും ഉള്ള തന്റെ സേവനകാലത്ത് ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ, ചീഫ് എക്സാമിനർ എന്നീ ചുമതലകൾ വഹിച്ച ടീച്ചർ സ്റ്റാഫ് സെലക്ഷൻ ബോർഡിന്റെ വിവിധ പാനലുകളുടെ സബ്ജക്ട് എക്സ്പേർട്ട് ആയും AKPCTA വനിതാ സബ് കമ്മിറ്റി കൺവീനർ ആയും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർക്ക് AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് സുസ്വാഗതം. ഡോക്ടർ അനിത R തൻ്റെ കരിയറിലുടനീളം വിവിധ അക്കാഡമിക് ഭരണപരമായ കഴിവുകളിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. AKPCTAയുടെ മുൻ ട്രഷറർ, സെക്രട്ടറി, AKPCTA വനിതാ കമ്മിറ്റി കൺവീനർ എന്നീ നിലകളിൽ ഫാക്കൽറ്റി ക്ഷേമത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമുള്ള പ്രതിബദ്ധത പ്രകടമാക്കി. കൂടാതെ കോളേജ് ലെവൽ NAC സ്റ്റിയറിംഗ് കമ്മിറ്റി കോർഡിനേറ്റർ, കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ മുൻ കൺവീനർ, മുൻ സ്റ്റാഫ് അഡ്വൈസർ, കോളേജ് യൂണിയൻ അഡ്വൈസർ, സ്റ്റാഫ് സെക്രട്ടറി എന്നീ നിലകളിൽ ടീച്ചർ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ടൂറിസം സിലബസ് സെറ്ററായും ചോദ്യപേപ്പർ സെറ്ററായും സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ അക്കാഡമിക് കൗൺസിൽ അംഗവും സജീവ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗവുമാണ്. അർപ്പണബോധവും നേതൃത്വവും മാർഗദർശനവും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രചോദനമായ ഒരു പാരമ്പര്യം അവശേഷിപ്പിച്ചുകൊണ്ട് വിരമിക്കുന്ന അനിത ടീച്ചറിന് AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രൊഫസർ ബെന്നിച്ചൻ സ്കറിയ മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിലെ പ്രിൻസിപ്പളായി വിരമിക്കുന്ന പ്രൊഫസർ ഡോക്ടർ ബെന്നിച്ചൻ സ്കറിയ AKPCTAയിലെ ഒരു സജീവ സാന്നിധ്യമാണ്. മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഇദ്ദേഹം 2006 കോളേജിൽ ചുമതലയേറ്റത്. സെനറ്റ് മെമ്പർ, ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ എന്നീ നിലകളിൽ തന്റെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് സമ്മേളനത്തിലേക്ക് പ്രിയപ്പെട്ട ബെന്നിച്ചൻ സാറിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
ബീനാമോൾ KP. 1996 അധ്യാപനം ആരംഭിച്ച ബീനാമോൾ ടീച്ചർ കൗൺസിൽ സെക്രട്ടറി, NSS പ്രോഗ്രാം ഓഫീസർ, വൈസ് പ്രിൻസിപ്പൽ എന്നീ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. UG ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാനായും AKPCTA ബ്രാഞ്ച് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് സമ്മേളനത്തിലേക്ക് പ്രിയപ്പെട്ട ബീനാമോൾ ടീച്ചറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഷാജു MJ. കോളേജിലെ NSS ഓഫീസർ, IQAC കോർഡിനേറ്റർ എന്നീ സ്ഥാനങ്ങളിൽ ഏറ്റെടുത്ത് ചുമതല നിർവഹിച്ച അദ്ദേഹം AKPCTയുടെ ബ്രാഞ്ച് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് സമ്മേളനത്തിലേക്ക് പ്രിയപ്പെട്ട ഷാജു സാറിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ശ്യാംകുമാർ K. ഡോക്ടർ ശ്യാംകുമാർ K NSS രാജകുമാരി കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം അധ്യക്ഷനും അസോസിയേറ്റ് പ്രൊഫസറുമാണ്. MG യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് UG ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാനായും കേരള യൂണിവേഴ്സിറ്റിയുടെ കമ്പ്യൂട്ടർ സയൻസ് പാസ്പോർട്ട് സ്റ്റഡീസ് ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായും MG യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റി ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസ് അംഗമായും പ്രവർത്തിച്ച അദ്ദേഹം സിലബസ് സെറ്റിംഗ്, റിവിഷൻ കമ്മിറ്റി, 5-year ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്നിവയുടെ കൺവീനറായും AKPCTA ബ്രാഞ്ച് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു. കോവിഡ് മഹാമാരിയുടെ സമയത്ത് AKPCTAയ്ക്ക് വേണ്ടി ഓൺലൈൻ പഠന വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ സജീവ പങ്കുവഹിച്ചു. ശ്യാംകുമാർ സാറിനെ AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ കൃഷ്ണകുമാരി K. കോന്നി SAS SNDP യോഗം കോളേജ് സ്റ്റാറ്റിസ്റ്റിക് വിഭാഗം വകുപ്പ് തല മേധാവിയായി വിരമിക്കുന്ന ഡോക്ടർ കൃഷ്ണകുമാരി സ്റ്റാറ്റിസ്റ്റിക് ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ, AKPCTA ബ്രാഞ്ച് പ്രസിഡന്റ്, ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ്, ഡിസ്ട്രിക്ട് വനിതാ കമ്മിറ്റി കൺവീനർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലുപരി നല്ലൊരു സാമൂഹിക പ്രവർത്തകയായ ടീച്ചർ നബാർഡ് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഏറ്റെടുത്തിട്ടുണ്ട്. വിവിധ ജേണലുകളിലായി 9-ലധികം പ്രബന്ധങ്ങൾ ഡോക്ടർ കൃഷ്ണകുമാരി ടീച്ചറുടേതായിട്ടുണ്ട്. AKPCTയുടെ 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് ടീച്ചറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ സന്തോഷ് ജേക്കബ്. മാർത്തോമ കോളേജ് തിരുവല്ല ഫിസിക്സ് വിഭാഗത്തിൽ നിന്നും വിരമിക്കുന്ന പ്രൊഫസർ സന്തോഷ് ജേക്കബ് AKPCTയുടെ യൂണിറ്റ് സെക്രട്ടറിയായും പ്രസിഡന്റായും ഡിസ്ട്രിക്ട് കൗൺസിൽ മെമ്പറായും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം MG യൂണിവേഴ്സിറ്റി UG ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ, UG ആൻഡ് PG ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ, MG യൂണിവേഴ്സിറ്റി ഓഫ് എക്സാമിനേഷൻ ഡെപ്യൂട്ടി ചെയർമാൻ, FIUGP എക്സ്പേർട്ട് കമ്മിറ്റി മെമ്പർ, ഗവേണിംഗ് കൗൺസിൽ യൂണിവേഴ്സിറ്റി നോമിനേറ്റഡ് മെമ്പർ തുടങ്ങിയ വിവിധങ്ങളായ സ്ഥാനങ്ങളിൽ യൂണിവേഴ്സിറ്റി തലത്തിലും IQAC കോർഡിനേറ്റർ, NAC കോർഡിനേറ്റർ, സ്റ്റുഡൻറ് ഗ്രീവിയൻസ് സെൽ മെമ്പർ തുടങ്ങിയ അനേകം പ്രവർത്തന മേഖലകളിൽ കോളേജ് തലത്തിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2020 മുതൽ 23 വരെ ഫിസിക്സ് വിഭാഗം വകുപ്പ് തല മേധാവിയായിരുന്ന അദ്ദേഹത്തിന്റെ നേട്ടങ്ങളിൽ എടുത്തു പറയാവുന്ന ഒന്നാണ് സൗത്ത് ആഫ്രിക്ക ജോൺസ്ബർഗ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് മാർത്തോമ കോളേജിൽ പ്രവർത്തിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ. AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് പ്രൊഫസർ സന്തോഷ് ജേക്കബ് സാറിന് സുസ്വാഗതം. ഡോക്ടർ ഷീല T. നായർ. പന്തളം NSS കോളേജിലെ ഹിന്ദി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ഷീല T. നായർ നിരവധി NSS കോളേജുകളിൽ ഹിന്ദിയിൽ ലെക്ചറായി സേവനമനുഷ്ഠിച്ചു. ദേശീയ ജേണലുകളിൽ നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കോളേജിന്റെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് അവർ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. AKPCTA ബ്രാഞ്ച് ലെവൽ പ്രസിഡന്റായും പത്തനംതിട്ട ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായും ടീച്ചർ പ്രവർത്തിച്ചു. ഷീല ടീച്ചറെ AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ആശ ഫിലിപ്പോസ്. പത്തനംതിട്ട കത്തോലിക്കേറ്റ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ ആശ ഫിലിപ്പോസിന് 24 വർഷത്തെ അധ്യാപന പരിചയമുണ്ട്. PG ബോർഡ് ഓഫ് സ്റ്റഡീസിൽ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റഡ് MA പ്രോഗ്രാമിൻ്റെ പരീക്ഷാ ചെയർപേഴ്സണായും സിലബസ് കോർഡിനേറ്ററായും സേവനമനുഷ്ഠിച്ചു. ദേശീയ അന്തർദേശീയ ജേണലിൽ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. AKPCTA യൂണിറ്റിൻ്റെ ബ്രാഞ്ച് പ്രസിഡന്റായിരുന്നു. ടീച്ചറെ AKPCTA 67ാം സമ്മേളനത്തിൻ്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
പ്രൊഫസർ ഡോക്ടർ സുനില തോമസ്. തിരുവല്ലയിലെ ടൈറ്റസ് ടീച്ചേഴ്സ് കോളേജിലെ ഗണിതശാസ്ത്ര വിദ്യാഭ്യാസ പ്രൊഫസറാണ് സുനില തോമസ്. ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ഗൈഡായ ടീച്ചർ, MG യൂണിവേഴ്സിറ്റിയിലെ അക്കാദമിക് കൗൺസിൽ മെമ്പർ, ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ടീച്ചർ NCTE വിസിറ്റിംഗ് ടീം അംഗം, IQAC കോർഡിനേറ്റർ, B.Ed ഡിഗ്രി പരീക്ഷയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, ഗവേണിംഗ് ബോഡി അംഗം, എക്സ്റ്റേണൽ ചോദ്യപേപ്പർ സെറ്റർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 20 പ്രബന്ധ അവതരണങ്ങൾ നടത്തി 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. സുനില ടീച്ചറെ AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ ഡോക്ടർ KG പത്മകുമാരൻ നായർ. KG പത്മകുമാരൻ നായർ പന്തളം NSS കോളേജിലെ ബയോകെമിസ്ട്രി വിഭാഗത്തിൽ ലെക്ചറായാണ് സേവനം ആരംഭിച്ചത്. കേരള സർവകലാശാലയിലെ അക്കാദമിക് കൗൺസിലിൽ ബയോകെമിസ്ട്രിയെ പ്രതിനിധീകരിച്ച അദ്ദേഹം ഇന്ന് ബയോകെമിസ്ട്രി പ്രൊഫസറാണ്. നിരവധി ദേശീയ അന്തർദേശീയ ഗവേഷണ ലേഖനങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഗവേഷണ ഗൈഡ് കൂടിയായ അദ്ദേഹത്തിൻ്റെ കീഴിൽ നിരവധി ഗവേഷണ വിദ്യാർത്ഥികൾക്ക് PhD ലഭിച്ചിട്ടുണ്ട്. AKPCTയുടെ സജീവ അംഗമാണ് അദ്ദേഹം. പത്മകുമാരൻ സാറിനെ AKPCTA 67ാം സമ്മേളനത്തിൻ്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ ഡോക്ടർ നാഗേന്ദ്ര പ്രഭു, കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് ടെക്നിക്കൽ സപ്പോർട്ട് ഗ്രൂപ്പ് അംഗം, KCSTE ശാസ്ത്രപോഷിണി ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം, വാട്ടർ ഹയാസിന്ത് നിർമ്മാർജ്ജനത്തിനായുള്ള വിദഗ്ധ സമിതി അംഗം, UGC ആക്സസിബിലിറ്റി ഓഡിറ്റിനായുള്ള വിദഗ്ധ സമിതി അംഗം, ആലപ്പുഴ ജില്ലാ ആസൂത്രണ സമിതിയുടെ വനങ്ങളും വന്യജീവികളും സംബന്ധിച്ച ഉപസമിതി വൈസ് ചെയർമാൻ, വേമ്പനാട് തടാക പുനരുജ്ജീവന പദ്ധതി പ്രവർത്തകൻ, കേരള സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇൻ ബയോടെക്നോളജി ചെയർമാൻ, CBCSS ഇംപ്ലിമെന്റേഷൻ വർക്ക്ഷോപ്പുകളുടെ റിസോഴ്സ് പേഴ്സൺ എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചു വരുന്ന ശ്രീ നാഗേന്ദ്ര പ്രഭു സർ നിലവിൽ AKPCTA ബ്രാഞ്ച് പ്രസിഡന്റാണ്. ആലപ്പുഴ ജില്ലാ അക്കാദമിക് കമ്മിറ്റി കൺവീനർ ആയിരുന്നു. ബെസ്റ്റ് ടീച്ചർ അവാർഡ്, റിസർച്ചേഴ്സ് എക്സലന്റ് അവാർഡ്, നാഷൻ ബിൽഡർ അവാർഡ്, യങ് സയന്റിസ്റ്റ് അവാർഡ് തുടങ്ങി അധ്യാപനത്തിനും ഗവേഷണത്തിനുമായി നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും അദ്ദേഹത്തിന് മുതൽക്കൂട്ടായിട്ടുണ്ട്. നാഗേന്ദ്ര പ്രഭു സാറിനെ AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ അശോകൻ VC, SD കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അശോകൻ സർ 1995 ആണ് അതേ കോളേജിൽ എക്കണോമിക്സ് വിഭാഗത്തിൽ അധ്യാപകനാകുന്നത്. ദീർഘകാലം വകുപ്പ് മേധാവിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന് 35 വർഷത്തെ സ്തുത്യർഹമായ അധ്യാപന പരിചയവും ഉണ്ട്. പ്രിയപ്പെട്ട അശോകൻ സാറിനെ AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ധന്യ വിശ്വം, ചേർത്തല SN കോളേജ് ബ്രാഞ്ചിന്റെ അവിഭാജ്യ ഘടകമായ ധന്യ ടീച്ചർ അക്കാദമിക് രംഗത്തും ഗവേഷണ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 12 പ്രബന്ധങ്ങൾ ഇന്റർനാഷണൽ ജേർണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ധന്യ ടീച്ചറെ AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ വർഗീസ് ആനി കുര്യൻ, അസോസിയേറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്, ബിഷപ്പ് മൂർ കോളേജ്, ആലപ്പുഴ. ആലപ്പുഴയിലെ ബിഷപ്പ് മൂർ കോളേജിലെ കൊമേഴ്സ് ഫാക്കൽറ്റിയായ ഡോക്ടർ വർഗീസ് ആനി കുര്യന് 29 വർഷത്തെ അധ്യാപന പരിചയമുണ്ട്. 2018-19 കാലയളവിൽ കേരള സർവകലാശാലയിലെ ബിസിനസ് മാനേജ്മെന്റിലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായും 2020 മുതൽ 3 വർഷത്തേക്ക് കേരള സർവകലാശാലയിലെ ഫാക്കൽറ്റി ഓഫ് കൊമേഴ്സ് അംഗമായും പ്രവർത്തിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർമാരെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള വിഷയ വിദഗ്ധനായി സേവനമനുഷ്ഠിച്ചു. 2007-2009 കാലയളവിൽ അദ്ദേഹം ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. വർഗീസ് സാറിനെ AKPCTA 67ാം സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ PN ദിലീപ്, കഴിഞ്ഞ കേരള മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ശ്രീ PK ജലീലിന്റെ പേഴ്സണൽ സ്റ്റാഫ് എന്ന നിലയിലും
കേരള സാങ്കേതിക സർവകലാശാലയുടെ അപ്പെക്സ് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയുടെ ബോർഡ് ഓഫ് ഗവേണേഴ്സ് മെമ്പർ എന്ന നിലയിലും ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ PN ദിലീപ് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ അഭിമാനമാണ്. സംഘടനയുടെ യൂണിറ്റ് സെക്രട്ടറി, പ്രസിഡന്റ്, സർവീസ് സെൽ കോർഡിനേറ്റർ, കൊല്ലം ജില്ലാ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. AKPCTA 67 സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് ദിലീപ് സാറിനെ ഏറെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. പ്രൊഫസർ ഡോക്ടർ അൻസമ്മ ജോൺ, ഡീൻ ഓഫ് അക്കാഡമിക്സ്, കോളേജ് വൈസ് പ്രിൻസിപ്പൽ, കേരള യൂണിവേഴ്സിറ്റിയുടെയും സാങ്കേതിക സർവകലാശാലയുടെയും ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം എന്ന നിലകളിൽ സേവനമനുഷ്ഠിച്ചു. അക്കാഡമിക രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച ഡോക്ടർ അൻസമ്മ ജോണിന് മികച്ച നേതൃത്വ പാഠവുമുണ്ട്. ഒറ്റയ്ക്കും മറ്റ് ഗവേഷകരോടൊന്നിച്ചുമായി നിരവധി ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. AKPCTA 67 സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയപ്പ് സമ്മേളനത്തിലേക്ക് പ്രൊഫസർ അൻസമ്മ ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ അഷ്ഫാഖ് A, Member of Governing Body of TKM College of Engineering, Member of Academic Council of TKM College of Engineering Autonomous, Dean Students Affairs എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ അഷ്ഫാഖ് A കേരള സാങ്കേതിക സർവകലാശാലയുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാനായും സിലബസ് റിവിഷൻ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. AKPCTA ബ്രാഞ്ച് സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന കാലയളവിൽ കോളേജിനെ കോളേജ് മാനേജ്മെന്റുമായും ഡയറക്ടറേറ്റ് ഓഫ് കോളേജിയേറ്റ് എഡ്യൂക്കേഷനുമായും സഹകരിച്ചു കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അഷ്ഫാഖ് സാറിനെ AKPCTA 67 സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. മിസ് ഗിരിജ നായർ, MMNSS കോളേജ് കൊട്ടിയം ഫിസിക്സ് വിഭാഗത്തിൽ നിന്ന് വിരമിക്കുന്ന മിസ് ഗിരിജ നായർ 2018-21 കാലയളവിൽ ഫിസിക്സ് ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറായും 2022 മുതൽ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറായും പ്രവർത്തിക്കുന്നു. AKPCTA ബ്രാഞ്ച് പ്രസിഡന്റായും മിസ് ഗിരിജ നായർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2008 MMNSS കോളേജ് അധ്യാപികയായി പ്രവർത്തനം ആരംഭിച്ച ഗിരിജ ടീച്ചർ 2014 മുതൽ ഈ കോളേജിലെ ഫിസിക്സ് വിഭാഗം വകുപ്പുതല മേധാവിയാണ്. വിവിധ ജേണലുകളിലായി 4ഓളം പ്രബന്ധങ്ങൾ ഗിരിജ ടീച്ചർ രചിച്ചിട്ടുണ്ട്. AKPCTA 67 സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രൊഫസർ ഡോക്ടർ സുമ S, കൊല്ലം ശ്രീനാരായണ കോളേജ് ഫോർ വിമൻ കെമിസ്ട്രി വിഭാഗം അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്ന പ്രൊഫസർ ഡോക്ടർ സുമ S 2004 ഡിസംബർ 6-നാണ് അധ്യാപന ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. തന്റെ പ്രവൃത്തി മേഖലയായി നിന്ന് വിരമിക്കുന്ന സുമ ടീച്ചറുടെ സംഭാവനയായി നാഷണൽ ഇന്റർനാഷണൽ ജേണലുകളിലായി 16ഓളം പ്രബന്ധങ്ങളാണുള്ളത്. AKPCTA 67 സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയപ്പ് സമ്മേളനത്തിലേക്ക് ഡോക്ടർ സുമ ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ ബിജു മാത്യു P, കൊല്ലം ഫാത്തിമ കോളേജ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിക്കുന്ന ഡോക്ടർ ബിജു മാത്യു P 2 തവണ AKPCTA ബ്രാഞ്ച് പ്രസിഡന്റായി സ്ഥാനമേറ്റിട്ടുണ്ട്. ഇപ്പോൾ കോളേജ് വൈസ് പ്രിൻസിപ്പലായ ഡോക്ടർ ബിജു മാത്യു സാറിനെ AKPCTA 67 സമ്മേളനത്തിന്റെ യാത്രയപ്പ് സമ്മേളനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം. മേജർ ഡോക്ടർ CS സുഭാഷ് ചന്ദ്രൻ, ശ്രീനാരായണ കോളേജ് ചാത്തന്നൂരിൽ നിന്ന് വിരമിക്കുന്ന ഹിന്ദി വിഭാഗം അധ്യക്ഷനും അസോസിയേറ്റ് പ്രൊഫസറുമായ മേജർ ഡോക്ടർ CS സുഭാഷ് ചന്ദ്രൻ 2005 തന്റെ അധ്യാപന ജീവിതം ആരംഭിച്ചു. AKPCTA ബ്രാഞ്ച് സെക്രട്ടറി, ബ്രാഞ്ച് പ്രസിഡന്റ് എന്നീ സംഘടനാ ചുമതലകൾ വഹിച്ചതോടൊപ്പം 2007 മുതൽ NCC ഓഫീസറായും പ്രവർത്തിച്ചു വരുന്നു. 2023 NCC മേജർ റാങ്ക് നേടി. സംഘടനാപരവും അല്ലാതെയുമുള്ള ഉത്തരവാദിത്തങ്ങൾ കൂടാതെ പലതവണ പ്രിൻസിപ്പൽ ഇൻചാർജായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. AKPCTA 67 സംസ്ഥാന സമ്മേളനത്തിന്റെ യാത്രയപ്പ് സമ്മേളനത്തിലേക്ക് മേജർ സുഭാഷ് ചന്ദ്രൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ സുരേഷ് ചന്ദ്രക്കുറുപ്പ്, തിരുവനന്തപുരം MG കോളേജ് സുവോളജി വിഭാഗം അധ്യക്ഷനാണ് ഡോക്ടർ സുരേഷ് ചന്ദ്രക്കുറുപ്പ്. AKPCTA ബ്രാഞ്ച് പ്രസിഡന്റ്, മഞ്ചേരി NSS കോളേജിലെ സുവോളജി വിഭാഗം അധ്യക്ഷൻ, MG കോളേജിലെ NSS പ്രോഗ്രാം ഓഫീസർ, NSS തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ, ബയോടെക്നോളജി ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം, PG ബോർഡ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിംഗിൻ്റെയും SCRTയുടെ പാഠപുസ്തക കമ്മിറ്റിയുടെയും ചെയർപേഴ്സൺ, SCRTയുടെ പാഠപുസ്തക കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു.
ബെസ്റ്റ് NSS പ്രോഗ്രാം ഓഫീസർ അവാർഡ് ലഭിച്ച ഡോക്ടർ സുരേഷ് ചന്ദ്ര കുറുപ്പ് മികച്ച അധ്യാപകനും സംഘടനയുടെ അടിയുറച്ച പ്രവർത്തകനുമാണ്. NSS കോളേജ് മഞ്ചേരി, NSS കോളേജ് പന്തളം, നിലമേൽ എന്നിവിടങ്ങളിൽ അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. AKPCTA 67 സംസ്ഥാന സമ്മേളനത്തിൻ്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് ഡോക്ടർ സുരേഷ് ചന്ദ്ര കുറുപ്പൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ ബിജുകുമാർ BS, AKPCTA ബ്രാഞ്ച് പ്രസിഡന്റ്, ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച ഡോക്ടർ ബിജുകുമാർ BS തിരുവനന്തപുരം MG കോളേജ് സുവോളജി വിഭാഗത്തിൽ നിന്നുമാണ് വിരമിക്കുന്നത്. സംഘടനയുടെ കരുത്തനായ നേതാവും നല്ല അക്കാദമീഷ്യനുമായ ഡോക്ടർ ബിജുകുമാർ BS കേരള സർക്കാരിന് കീഴിൽ ഫിഷറീസ് ഓഫീസറായി പ്രവർത്തിച്ചതിനു ശേഷമാണ് അധ്യാപനം ആരംഭിക്കുന്നത്. നെന്മാറ NSS കോളേജ്, ഒറ്റപ്പാലം NSS കോളേജ്, നിലമേൽ NSS കോളേജ്, MG കോളേജ് എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. AKPCTA 67 സംസ്ഥാന സമ്മേളനത്തിൻ്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് ഡോക്ടർ ബിജുകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രൊഫസർ ഡോക്ടർ ഉഷാകുമാരി G. ഉഷാകുമാരി ടീച്ചർ AKPCTA MG കോളേജ് ബ്രാഞ്ചിൻ്റെ അടിയുറച്ച പ്രവർത്തകയാണ്. ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായും ടീച്ചർ പ്രവർത്തിച്ചിട്ടുണ്ട്. AKPCTA 67 സംസ്ഥാന സമ്മേളനത്തിൻ്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് പ്രൊഫസർ ഡോക്ടർ ഉഷാകുമാരി ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ വൃന്ദകുമാരി T. 1996 സർവീസിൽ ചേർന്ന വൃന്ദകുമാരി ടീച്ചർ NSS ട്രെയിനിംഗ് കോളേജ് ഒറ്റപ്പാലം, NSS കോളേജ് നിലമേൽ എന്നിവിടങ്ങളിലെ സേവനങ്ങൾക്ക് ശേഷം നിലവിൽ NSS കോളേജ് ഫോർ വുമൺ നീറമൺകര ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും HOD-യുമാണ്. കോളേജിൽ ചീഫ് എക്സാമിനേഷൻ സൂപ്രണ്ടായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 6 തവണ കേരള സർവകലാശാല ഹോക്കി ടീമിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. കേരള സർവകലാശാല ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ, ഖേലോ ഇന്ത്യ മാനേജർ, തിരുവനന്തപുരം ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ ടീച്ചർ വഹിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറായും ടീച്ചർ പ്രവർത്തിച്ചിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ ജേർണലുകളിൽ ടീച്ചറുടെ 7 പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. AKPCTA 67 സംസ്ഥാന സമ്മേളനത്തിൻ്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് ഡോക്ടർ വൃന്ദകുമാരി ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ മിനി M. നായർ 2006 മാർച്ചിൽ എക്കണോമിക്സ് വിഭാഗത്തിൽ സർവീസിൽ ചേർന്ന മിനി ടീച്ചർ MG കോളേജ് തിരുവനന്തപുരം, NSS കോളേജ് ചേർത്തല എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിലവിൽ NSS കോളേജ് ഫോർ വുമൺ നീറമൺകര എക്കണോമിക്സ് വിഭാഗത്തിൻ്റെ അസോസിയേറ്റ് പ്രൊഫസറും HOD-യുമാണ്. കോളേജിലെ അഡ്മിഷൻ കമ്മിറ്റി കൺവീനർ, IQAC അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. AKPCTA 67 സംസ്ഥാന സമ്മേളനത്തിൻ്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് ഡോക്ടർ മിനി ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ ആശ K. നായർ 1995 ആണ് ആശ ടീച്ചർ സർവീസിൽ ചേരുന്നത്. മട്ടന്നൂർ PRNSS കോളേജ്, VTM NSS കോളേജ് ധനുവച്ചപുരം, MG കോളേജ് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. നിലവിൽ NSS കോളേജ് ഫോർ വുമനിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് അസോസിയേറ്റ് പ്രൊഫസറും HOD-യുമാണ്. അഡ്മിഷൻ കമ്മിറ്റി കൺവീനർ, IQAC അംഗം, IQAC കോർഡിനേറ്റർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. AKPCTA 67 സംസ്ഥാന സമ്മേളനത്തിൻ്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് ഡോക്ടർ ആശാകുമാരി ടീച്ചർക്ക് സുസ്വാഗതം. ഉപ്പുമരം കണ്ടു നിങ്ങൾ എത്രയോ ചിരിച്ചു അന്ന്, തോക്കുകൾക്ക് മുന്നിലെത്ര മൂർച്ചയുള്ള വാക്കുകൾ. നിങ്ങൾ തന്നൊരൂർജമാണ് എന്നും ഈ സിരകളിൽ എന്നെന്നും. പറയിലേത് മണ്ണിന് വേണ്ടിയെങ്കിൽ കരിവള്ളൂരിലേത് നെല്ലിനായി ആശകൾ പകർന്നു തന്നു ജീവിതം ബലി കൊടുത്തൊരായിരം സഖാക്കളെ ലാൽസലാം.